ക്ലബിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എത്തിയിട്ടുള്ളത് അടിപൊളി ടേസ്റ്റിൽ എമ്മി ടേസ്റ്റിൽ ഞാൻ കൊഴുവ, ചൂട, നത്തോലി എന്നൊക്കെയാട്ടോ ഈ മീനെ പേര് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കൊഴുവ എന്നാട്ടോ പറയാ. അപ്പോൾ കൊഴുവ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിൽ മീൻകറി എങ്ങനെ സെറ്റാക്കി എടുത്താലോ. തേങ്ങ അരയ്ക്കാതെ തന്നെ നമുക്ക് വളരെ രുചികരമായി മീൻകറി റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അത്രയും ടേസ്റ്റാണ് ഈ മീൻകറിക്ക് കേട്ടോ. കുറുകിയ ചാറോട് കൂടി തന്നെ നമുക്ക് ഈ മീൻകറി സെറ്റായി കിട്ടും. അടുപ്പത്തേക്കൊരു പാൻ വെച്ചെടുക്കാം. എന്നിട്ട് പാകത്തിന് അങ്ങോട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ അങ്ങോട്ട് ചൂടായി വരുമ്പോൾ 20 ചെറുള്ളി നന്നാക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തോളൂ. പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മുടെ ചെറുള്ളി ചേർത്ത് എന്ത് കറി വെച്ചാലും ഒരു പ്രത്യേക ഒരു രുചിയല്ലേ. പ്രത്യേകിച്ച് മീൻകറിക്ക് എന്തൊരു ടേസ്റ്റാണെന്നറിയോ മീൻകറിക്ക് ചെറുള്ളി ചേർത്തിട്ടുണ്ടാക്കിയാൽ. അപ്പോൾ നല്ലതുപോലെ നല്ല രീതിയിൽ അങ്ങോട്ട് വയറ്റെടുത്ത് സെറ്റാക്കി എടുക്കണം. ഉള്ളിയുടെ ചെറിയൊരു നിറം മാറുന്നത് വരെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുത്ത ശേഷം നമുക്കതിലേക്ക് തക്കാളി കുട്ടൻ കേട്ടോ. ചെറിയൊരു തക്കാളി ആണെങ്കിൽ 2 എടുത്തോ, ഇല്ലെങ്കിൽ 1 മാത്രം മതി കേട്ടോ. അതങ്ങോട്ട് അരിഞ്ഞിങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് തീ കുറച്ച് വെച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് പച്ചമണം മാറുന്നത് വരെ അങ്ങോട്ട് ഇളക്കി കൊടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുക്കണം. തീ നല്ലതുപോലെ കുറച്ച് വെച്ച് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വറ്റൽമുളക് ഇട്ട് വെച്ച മീൻകറിക്ക് എന്തൊരു സ്പെഷ്യൽ ടേസ്റ്റാണെന്നറിയോ. എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് തീ കുറച്ച് വെച്ച് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് ചൂടാറിയ ശേഷം ഒരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അങ്ങോട്ട് പേസ്റ്റ് പരുവത്തിൽ അങ്ങോട്ട് അടിച്ചെടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. എനിക്ക് ആവശ്യമായ പുളി പിഴിഞ്ഞ് അരിപ്പയിൽ അരിച്ചങ്ങോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മസാലക്കൂട്ട് മിക്സിയിലടിക്കാം കേട്ടോ. അപ്പോൾ മസാലക്കൂട്ട് ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മിക്സി ജാറിലോട്ട് ചൂടാറിയ ശേഷം അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ അങ്ങോട്ട് അടിച്ചെടുക്കണം. ഇതേ രീതിയിൽ വേണം കേട്ടോ മസാല റെഡിയാക്കുവാൻ. എന്നിട്ട് ചൂടാറിയ ശേഷം ഒരു മിക്സി ജാറിലിട്ട് നല്ലതുപോലെ അങ്ങോട്ട് അടിച്ചെടുക്കണം. കുറച്ച് വെള്ളം മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ അടിച്ചെടുത്ത് പേസ്റ്റ് പരുവത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങിയാലോ. വളരെ ടേസ്റ്റി എമ്മി കറി നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടിയാട്ടോ നല്ലത് ഈ മീൻ കറിക്ക്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് ചൂടായി വന്നപ്പോൾ ഒരു നുള്ളു ഉലുവയും 1/2 ടീസ്പൂൺ കടുക് ഇട്ടു കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കുനുകുന അരിഞ്ഞത് അതിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുക്കാം കേട്ടോ. സ്കിപ്പ് ചെയ്ത് കണ്ടാൽ മാത്രമാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ, ഉണ്ടാക്കി നോക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അത്രയും എമ്മി കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കനം കുറച്ചരിഞ്ഞതിലേക്കിട്ട് നല്ലതുപോലെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ച കൂട്ടില്ലേ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് പാകത്തിന് പുളി പിഴിഞ്ഞത് നമ്മൾ സെറ്റാക്കി വെച്ചില്ലേ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ആക്കണം കേട്ടോ. എന്നിട്ട് 1.5 കപ്പ് വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് മിക്സാക്കിയ ശേഷം ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. പച്ചമുളക് കീറിയത് പാകത്തിന് ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ടൊന്ന് മൂടി വെച്ചു. ഇനി ചാറ് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി അങ്ങോട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ അങ്ങോട്ട് പെട്ടെന്ന് വേവൂലേ. നമ്മുടെ കൊഴുവല്ലേ കിട്ടിയിരിക്കുന്നത്, ചെറിയ കുഞ്ഞ മീനല്ലേ. അപ്പോൾ ഒന്ന് ചാറൊന്ന് കുറുകി അങ്ങോട്ട് വരണം. അതിന് ശേഷം നമുക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റിലാണ് ഈ മീൻകറി സെറ്റായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റിലാണ് മീൻകറി സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. എമ്മി ടേസ്റ്റി മീൻകറി കേട്ടോ. അതാ നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. എന്നിട്ടൊന്ന് താത്തി അങ്ങോട്ട് വെച്ചെടുക്കണം കേട്ടോ. മീനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തവണ മാത്രമേ നമ്മൾ തവി വെച്ചിട്ടൊന്ന് മിക്സ് ആക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ.
ഇല്ലെങ്കിൽ നമ്മുടെ മീൻ അങ്ങോട്ട് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാട്ടോ. അപ്പോൾ ഇതേ രീതിയിലൊന്ന് മിക്സാക്കിയ ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആയതെന്ന് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി ടേസ്റ്റിലാണ് ഈ മീൻകറി സെറ്റായി കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാ മൂടി വെച്ചേ. ഇനി നമുക്ക് കാണാം നല്ലതുപോലെ ചാറൊക്കെ കുറുകി സെറ്റായി വന്നത് കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യാം. ഇതാ കണ്ടോളൂ, അടിപൊളി അല്ലേ, കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പം നമ്മുടെ മീൻകറി ഇതാ സെറ്റായി. അപ്പോൾ പെർഫെക്റ്റ് മീൻകറി ഇതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കുറുകിയ ചാറോട് കൂടി തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചാറി കൊടുത്തൊന്ന് ചുറ്റിച്ചെടുക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റിലാണ് ഈ മീൻകറി സെറ്റായി വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കണ്ട കൂട്ടുകാർ തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനായിട്ട് മറന്നു പോരുത് കേട്ടോ. അടിപൊളി ടേസ്റ്റിലാണ് ഈ മീൻകറി ഇങ്ങോട്ട് സെറ്റാക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എല്ലാ കൂട്ടുകാരും അറിയിക്കാനായിട്ട് മറന്നു പോരുത് കേട്ടോ. അടിപൊളി ടേസ്റ്റിലാണ് ഈ മീൻകറി റെഡി ആയിട്ടുള്ളത് കേട്ടോ. ഞാൻ കൊഴുവ തേങ്ങ അരച്ച് വെച്ച അടിപൊളി യമ്മി കറി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ചാനലിൽ ഒന്ന് കയറി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായും കാണാനായിട്ട് ശ്രമിക്കണം. അത്രയും ടേസ്റ്റിലാണ് ഞാൻ ആ മീൻ കറി അങ്ങോട്ട് സെറ്റാക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ യമ്മി ടേസ്റ്റി ഈസി റെസിപ്പിയായ മീൻ കറി ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. കേരള സ്റ്റൈൽ മീൻ കറി കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി അങ്ങോട്ട് സെറ്റായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. സുഖമായി സന്തോഷമായിരിക്കും കേട്ടോ. ഇനിയും പുതിയ പുതിയ വീഡിയോസുകളും യമ്മി ഫുഡുകളും യമ്മി കറികളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ബൈ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരാം. ബൈ.